നമുക്ക് വയനാട്ടിൽ നിന്ന് നേരെ ചുരമിറങ്ങി പത്തനംതിട്ടയിലേക്ക് വരാം. അവിടെ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവ വനംവകുപ്പിന്റെ കെണിയിൽ കുടുങ്ങിയെന്നുള്ള വാർത്തയാണ് വരുന്നത്. വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവ പിടിയിലായതോടെ നാട്ടുകാർക്ക് ആശ്വാസമായി. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണുകാർക്ക് പേടി സ്വപ്നമായിരുന്ന കടുവ കൂട്ടിലായിരിക്കുന്നു. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ പെട്ടത്. ഇന്നലെ കടുവ ഈ പ്രദേശത്ത് ഇറങ്ങി ആടിനെ കടിച്ചു കൊന്നിരുന്നു. അതിനെ തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരം അറിയിക്കുകയും ഇന്നലെ വനപാലകർ ഈ ഭാഗത്ത് വന്ന് വിശദമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കൂട്ടിലായ കടുവയെ ഇപ്പോൾ പ്രത്യേക വാഹനത്തിൽ വനം പാലകർ ഇവിടെ നിന്ന് മാറ്റുകയാണ്. കടുവയുടെ ദേഹത്ത് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകും. വടശ്ശേരിക്കരെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച കടുവയാണ് ഇപ്പോൾ വനപാലകരുടെ കൂട്ടിൽ പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി ജനങ്ങളും ആശ്വാസത്തിലാണ്. ഈ കടുവ സ്ഥിരമായി ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1.5 മാസത്തിനിടെ 2 പ്രാവശ്യം കടുവയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിച്ചിരുന്നു. വളരെയധികം സന്തോഷം, നാട്ടുകാർക്ക് സന്തോഷം. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചത്തമൃഗത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കൂട്ടിൽ ഇടാൻ തുടങ്ങിയതിനെയൊക്കെ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ പോലും എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കാരണം ഉടനെ തന്നെ ഇതിനെ പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷത്തിലാണ് നാട്ടുകാർ. കാരണം ഇതിന്റെ ഒരു സൈഡ് കാഴ്ചയുള്ളൂ, കടുവയുടെ ഒരു കണ്ണിന് കാഴ്ചയില്ല. ഇങ്ങനെ വീഴുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം നേരത്തെ പോത്തിനെ വെച്ചായിരുന്നു. അന്നിത് കൂട് വന്ന് കൂടിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ കയറിയിട്ട് കൂടടഞ്ഞു പോയി, കയറാൻ പറ്റിയില്ല. ജയൻ സാറ് പറഞ്ഞത് കടുവ അധികം താമസിക്കാതെ കൂടിനകത്ത് വീഴും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട്, ചത്തുവാൻ സാധ്യതയാണെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. വളരെ ആശ്വാസമുണ്ട്. ഇതിപ്പം പകുതി ഭയം നമുക്ക് മാറി കിട്ടി. എന്നാലും ഇത് തന്നെയല്ല, ഇതിന്റെ ബാക്കി ഇതിന്റെ കൂടെ ഉണ്ടെന്നൊരു സംശയം നമുക്കുണ്ട്. കൂടിപ്പോയി 1-2 മാസത്തെ ആശ്വാസം, അത് കഴിയുമ്പോൾ പിന്നെയും ഇത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ കടുവനെ പിടിച്ചു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. പക്ഷെ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി നാളായിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തേക്കണെയാണ്. പക്ഷെ ഇതുവരെ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. കടുവയെ പിടികൂടി ഭയങ്കര ആശ്വാസമായി എല്ലാവർക്കും. കടുവയെ കണ്ടോ? കണ്ടു. ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഭയമായിരുന്നു. പകലാണെങ്കിലും ഇപ്പം നട്ടാപ്പകലല്ലേ ആടിനെ പിടിച്ചുകൊണ്ട് പോയേ. ഒരുപാട് ആശ്വാസമുണ്ട്. ഇപ്പം പിടികൂടിയതിൽ സന്തോഷമുണ്ട്. ഇനിയിപ്പം വന്യമൃഗങ്ങൾ ഇനിയും ഉണ്ട്, അറിയില്ല. എന്നാലും ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി. ആ മാതാപിതാക്കളുടെ മുഖത്തെ ഒരു പുഞ്ചിരി, അത് തീർച്ചയായിട്ടും അവർക്കൊരു ആശ്വാസമാണ്. കാരണം തങ്ങളുടെ നാടിനെ വിറപ്പിച്ചിരുന്ന കടുവ ഇപ്പോൾ കൂട്ടിലകപ്പെട്ടു. വനപാലകർ ആ കൂട്ടിലകപ്പെട്ട കടുവയും കൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയൊക്കെ നടക്കും. വീഡിയോ ജേർണലിസ്റ്റ് അജിക്കുടുമൊന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.